വിശദാംശങ്ങളുമായി ലെവിൻ കെ വിജയനുണ്ട്. ലെവിൻ, ആശുപത്രിയിൽ നിന്ന് എപ്പോഴാണ് മൃതദേഹം വീട്ടിലേക്ക് മാറ്റുക? പൊതുദർശനം അടക്കമുള്ള കാര്യങ്ങളുടെ ക്രമീകരണങ്ങൾ എങ്ങനെയാണ്? ഭാര്യ വീട്ടിലേക്ക് മാറ്റുമെന്നുള്ളതാണ് ബന്ധുക്കളടക്കമുള്ള ആളുകൾ അറിയിച്ചിട്ടുള്ളത്. ഇന്നലെ രാത്രി അന്തരിച്ച അദ്ദേഹത്തിന്റെ മൃതദേഹം രാത്രി തന്നെ ബന്ധുക്കൾ ചേർന്ന് കൂടിയാലോചനകൾ നടത്തി. സാംസ്കാരിക പ്രവർത്തകരും സർക്കാർ പ്രതിനിധികൾ അടക്കമുള്ളവരുമായി കൂടിയാലോചന നടത്തിയതിനു ശേഷമാണ് ഇന്നലെ പൂർണ്ണമായും മൃതദേഹം ഈ മോർച്ചറിയിൽ സൂക്ഷിക്കാൻ തീരുമാനിച്ചത്. അതിനുശേഷം രാവിലെ 8 മണിയോടുകൂടി തൃശൂർ പൂങ്കുന്നത്തെ ഭാര്യ വീട്ടിലേക്ക് മാറ്റുമെന്നുള്ളതായിരുന്നു. ജയചന്ദ്രന് തൃശൂർ പൂങ്കുന്നത്ത് തന്നെ സ്വന്തം ഫ്ളാറ്റുണ്ട്. അതേപോലെ തന്നെ തൊട്ടടുത്ത് ഫ്ളാറ്റിനോട് ചേർന്ന് തന്നെ ഭാര്യയുടെ വീടുണ്ട്. ഇവിടെ ഭാര്യ വീട്ടിലേക്ക് മൃതദേഹം ആശുപത്രിയിൽ നിന്നും എത്തിക്കുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. പോലീസിനും മറ്റുള്ള വിവിധ സേനകൾക്കടക്കം അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്. 8 മണിയോടുകൂടി മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചതിന് ശേഷം 10 മണി വരെ മൃതദേഹം അവിടെ ഉണ്ടാകും. അടുത്ത ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഭൗതിക ശരീരം കാണുന്നതിനും മറ്റുമായിട്ടാണ് ആദ്യം തന്നെ ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് എത്തിക്കുന്നത്. തുടർന്ന് 10 മണിയോടുകൂടി സംഗീത നാടക അക്കാദമിയിലായിരിക്കും അദ്ദേഹത്തിൻ്റെ മൃതദേഹം ആദ്യമായി പൊതുദർശനത്തിനായി വെക്കുക. സംഗീത നാടക അക്കാദമിയിൽ സാംസ്കാരിക ലോകത്തെ പ്രമുഖരെല്ലാവരും തന്നെ എത്തി അന്ത്യാഞ്ജലി അർപ്പിക്കുമെന്നുള്ളതാണ് വിവരം ലഭിച്ചിട്ടുള്ളത്. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അടക്കം ഈ സംഗീത നാടക അക്കാദമിയിലെത്തി പി ജയചന്ദ്രന് ആദരാഞ്ജലി അർപ്പിക്കുമെന്നും ഇതിനോടൊപ്പം തന്നെ അറിയിച്ചിട്ടുണ്ട്. ഒട്ടേറെ രാഷ്ട്രീയ നേതാക്കളും സാംസ്കാരിക നേതാക്കളുമൊക്കെ ഇന്ന് തൃശ്ശൂരിലേക്ക് എത്തുന്നുണ്ട്. ഭാവഗായകന് അവസാനമായി വിട പറയാൻ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിനായി. അതിനുശേഷം സംഗീത നാടക അക്കാദമിയിലെ പൊതുദർശനത്തിന് ശേഷം മൃതദേഹം ഉച്ചയ്ക്ക് 12:30 തന്നെ തിരിച്ച് വീണ്ടും വീട്ടിലേക്ക് എത്തിക്കുമെന്നാണ് ബന്ധുക്കൾ അറിയിച്ചിട്ടുള്ളത്. തൃശ്ശൂർ പൂങ്കുന്നത്തെ ഈ വീട്ടിലേക്ക് തന്നെ എത്തിച്ച മൃതദേഹം നാളെ രാവിലെ 8 മണി വരെ ഈ പൂങ്കുന്നത്തെ വീട്ടിൽ തുടരും. വീട്ടിലും അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിനായി പൊതുജനങ്ങൾക്കും മറ്റും സൗകര്യമൊരുക്കിയിട്ടുണ്ട്. നാളെ രാവിലെ 8 മണിയോടുകൂടിയാണ് മൃതദേഹം എറണാകുളത്തെ ഇദ്ദേഹത്തിൻ്റെ തറവാട്ട് വീട്ടിലേക്ക് മാറ്റുക. രാവിലെ 8 മണിയോടുകൂടി വിലാപയാത്രയായി മൃതദേഹവുമായി മൃതദേഹവുമായി എറണാകുളത്തേക്ക് യാത്ര തിരിക്കും. അതിനുശേഷം വൈകിട്ട് 3:30 സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നുള്ളതാണ് ഇതുവരെയുള്ള അറിയിപ്പും കാര്യങ്ങളുമെല്ലാം. ഔദ്യോഗികമായി സംസ്ഥാന സർക്കാരിൻ്റെ ബഹുമതിയോടക്കം നൽകിയായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നുള്ളതും ഇതിനോടകം തന്നെ സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഇന്നലെ വൈകിട്ട് 7:54 അമല ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അദ്ദേഹം ദീർഘനാളുകളായി. പക്ഷേ കഴിഞ്ഞ ദിവസം ബുധനാഴ്ചയാണ് അദ്ദേഹം ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യുന്നത്. സ്വന്തം താല്പര്യപ്രകാരം കൂടിയായിരുന്നു ഡിസ്ചാർജ് വാങ്ങി വീട്ടിലേക്ക് പോകാൻ ആഗ്രഹിച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനും അറിയാനും സാധിച്ചിട്ടുള്ള കാര്യം. ഇന്നലെ ബുധനാഴ്ച വൈകിട്ട് ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് വാങ്ങി വീട്ടിലെത്തി. ഇന്നലെ വൈകുന്നേരം കൊണ്ട് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാവുകയും അവശനിലയിലേക്ക് മാറുകയുമായിരുന്നു. തുടർന്ന് ബന്ധുക്കളും അടുത്ത സുഹൃത്തുക്കളും ചേർന്നാണ് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. ആശുപത്രിയിലെത്തി വൈകുന്നേരം 7 മണിയോടുകൂടി ആശുപത്രിയിലെത്തി. ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ തന്നെ അദ്ദേഹത്തിന് അന്ത്യം സംഭവിക്കുകയായിരുന്നു. ഒട്ടേറെ രോഗങ്ങൾ കൊണ്ട് ഈ വാർദ്ധക്യകാലത്ത് നിരവധി ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്ന ആൾ കൂടിയായിരുന്നു അദ്ദേഹം. പക്ഷേ പലപ്പോഴും അർബുദ രോഗമടക്കമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴെല്ലാം അതിനെ അതിജീവിച്ചുകൊണ്ട് വീണ്ടും ജീവിതത്തിലേക്ക് തിരികെ വരികയും ഗാനങ്ങൾ ആലപിച്ച് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുകയും ചെയ്ത ഒരു പ്രതിഭ, സംഗീതത്തിൻ്റെ ഒരു മഹാപ്രതിഭയായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ ഇത്തവണയും അദ്ദേഹത്തിന് ഈ പ്രയാസങ്ങളിൽ നിന്നൊക്കെ മടങ്ങി വരാൻ സാധിക്കും, ജീവിതത്തിലേക്ക് തിരികെ വരാൻ സാധിക്കുമെന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തിലും പ്രതീക്ഷയിലുമായിരുന്നു എല്ലാവരും. പക്ഷേ ആ പ്രതീക്ഷകളെയൊക്കെ അസ്ഥാനത്താക്കിക്കൊണ്ടാണ് ഇന്നലെ അദ്ദേഹം ലോകത്തോട് വിട പറയുന്നത്, സംഗീതത്തോട് വിട പറയുന്നത് എന്ന് വേണം നമുക്ക് പറയാൻ. കാരണം നമുക്കറിയാം, നിരവധിയായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ പോലും ഈ 2024 കഴിഞ്ഞു പോയ വർഷത്തിൽ പോലും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് നടുവിൽ നിന്ന് പോലും അദ്ദേഹം സ്റ്റുഡിയോയിലെത്തി ഗാനങ്ങൾ ആലപിച്ചിരുന്നു. ശ്രീകുമാരൻ തമ്പിയുടെ അടക്കമുള്ള 3 ഗാനങ്ങൾ അദ്ദേഹം ആലപിച്ചു എന്നുള്ളത് തന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. കാരണം നമുക്കറിയാം, നിരവധി വർഷങ്ങളായി അദ്ദേഹത്തിനെ അർബുദ രോഗം, ക്യാൻസർ രോഗം അലട്ടുന്നുണ്ട്. ആ പ്രയാസങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഒരു വാർദ്ധക്യത്തിലേക്ക് എത്തിയ മനുഷ്യന്
ഗാനം ആലപിക്കുക എന്നുള്ളത് ഒരുപക്ഷെ നമുക്ക് അല്പം അത്ഭുതത്തോടു കൂടി മാത്രം നോക്കിക്കാണാവുന്ന കാര്യമാണ്. നമുക്കറിയാം, ഈ പാലിയത്ത് ജയചന്ദ്രൻ എന്നുള്ള മലയാളികളുടെ ഭാവഗായകൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും ഏറ്റവും വലിയ അംഗീകാരവും ഒക്കെ എപ്പോഴും ഉണ്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ ശബ്ദമാധുര്യത്തിലാണ്. ഈ 80-ാം വയസ്സിലും ഒരു ഇടർച്ചയും പതർച്ചയും ഇല്ലാതെ അദ്ദേഹത്തിന് ഗാനങ്ങൾ, പിന്നണി ഗാനങ്ങൾ സ്റ്റുഡിയോയിലെത്തി ആലപിക്കാൻ കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതപ്പെടുത്തുന്നതായിട്ടുള്ള കാര്യം. മലയാളത്തിലും തെന്നിന്ത്യൻ ഭാഷകളിലും ഹിന്ദിയിലും അടക്കം 16,000-ൽ പരം ഗാനങ്ങൾ അദ്ദേഹം പാടിയെന്ന് പറയുമ്പോഴും ആ തുടക്കകാലത്ത് നിന്ന 22 വയസ്സുകാരൻ്റെ ശബ്ദമാധുര്യത്തോടുകൂടി കൂടുതൽ തെളിമയോടുകൂടി 80-ാം വയസ്സിലും അദ്ദേഹത്തിന് ഗാനങ്ങൾ ആലപിക്കാൻ കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യം. നിരവധി സന്ദർഭങ്ങളിൽ ആരോഗ്യത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലായി, ആരോഗ്യാവസ്ഥയുടെ വിവിധ ഘട്ടങ്ങളിലായി അദ്ദേഹം ഗാനങ്ങൾ ആലപിക്കുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അത്തരം ചിത്രങ്ങൾ കണ്ടിട്ടുണ്ട്, അത്തരം ദൃശ്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. വീൽ ചെയറിലിരുന്ന് പാടുന്ന ജയചന്ദ്രനെ കണ്ടിട്ടുണ്ട്. മറ്റുള്ളൊരാളുടെ സഹായത്തോടു കൂടിയൊക്കെ വേദിയിലേക്ക് എത്തുന്ന ജയചന്ദ്രനെ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ പൂർണ്ണ ആരോഗ്യവാനായി പാടുന്ന ജയചന്ദ്രനെ കണ്ടിട്ടുണ്ട്. ഇത്തരത്തിൽ വിവിധ ഘട്ടങ്ങളിൽ, അതായത് ആരോഗ്യത്തിൻ്റെയും പ്രായത്തിൻ്റെയും ഒക്കെ വിവിധ ഘട്ടങ്ങളിൽ ജയചന്ദ്രൻ വേദികളിലെത്തി ഗാനങ്ങൾ ആലപിച്ചിരുന്നു. പക്ഷേ ആ ഗാനങ്ങൾ ആലപിക്കുമ്പോഴെല്ലാം അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിന് യാതൊരു തരത്തിലുള്ള വ്യത്യാസവുമില്ല. അദ്ദേഹം ഏത് നിലയിലായിരുന്നോ ഭാവഗാനങ്ങൾ അവതരിപ്പിച്ചിരുന്നത് അതേ നിലയിൽ തന്നെ ആസ്വദിക്കാൻ ആസ്വാദകർക്കായി ആ ശബ്ദത്തിൻ്റെ മാധുര്യം ഒരു ഇഞ്ച് പോലും വിട്ടുപോവാത്ത വിധത്തിൽ 80-ാം വയസ്സിലും ഗാനങ്ങൾ ആലപിക്കാനായി എന്നുള്ളതാണ് മലയാളികളുടെ ഭാവഗായകരെ സംബന്ധിച്ചുകൊണ്ടുള്ള ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. അദ്ദേഹം ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുകയും ഗുരുതുല്യനായി കാണുകയും ചെയ്തിരുന്ന ദേവരാജൻ മാഷിൻ്റെ കൂടെയായിരുന്നു സംഗീതത്തിൽ തുടക്കം കുറിക്കുന്നത്, പിന്നണി ഗാനരംഗത്തിന് തുടക്കം കുറിക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ മലയാള സിനിമയുടെ സുവർണ കാലഘട്ടം, സംഗീത ഗാനശാഖയുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്ന ആ കാലഘട്ടത്തിലെ മുഴുവൻ സംഗീത സംവിധായകർക്കൊപ്പവും ഒക്കെ ഇടചേർന്നുകൊണ്ട് പ്രവർത്തിക്കാനും ഗാനങ്ങൾ ആലപിക്കാനും അദ്ദേഹത്തിനായി എന്നുള്ളതാണ്. ഞാൻ യേശുദാസ് മലയാള മനോരമ പത്രത്തിൽ എഴുതിയ അനുശോചനക്കുറിപ്പ് വായിക്കുകയായിരുന്നു. സഹോദര തുല്യമായ ബന്ധമായിരുന്നു ഇരുവരും എന്നുള്ളത് തന്നെയായിരുന്നു അദ്ദേഹം പറയുന്നത്. യേശുദാസിന് പകരം പാടാനെത്തിയ ആളെന്ന നിലയിൽ അദ്ദേഹത്തിന് വേണ്ടി ട്രാക്ക് പോലും പാടി അത്രയും ആത്മബന്ധത്തോടുകൂടി ഇരുവരും പ്രവർത്തിച്ച കാലത്തെക്കുറിച്ചൊക്കെ യേശുദാസ് ഓർത്തെടുക്കുന്നുണ്ട്. കഴിഞ്ഞ ഒരു 60 വർഷത്തിനിടയിൽ അവരിരുവരും സുവർണ തലമുറയുടെ കാലഘട്ടത്തിൽ ഒരേ ദിശയിൽ സഞ്ചരിച്ച് പ്രവർത്തിച്ച് ഗാനങ്ങൾ ആലപിച്ച് പോന്നവരായിരുന്നു ഇരുവരും. ഗാനഗന്ധർവരും ഭാവഗായകരും എന്നുള്ള വിശേഷണങ്ങൾ നൽകി മലയാളികൾ അവരെ ഇരു കൈകളും നീട്ടി ഹൃദയത്തിൽ സ്വീകരിച്ചു. ഈ രണ്ടാളുകളും ചേർന്ന് പറയേണ്ടതാണ്. ഭാവഗായകനും തമ്മിൽ പല ഘട്ടങ്ങളിലും വിലയിരുത്തപ്പെട്ടു, പല തരത്തിലുള്ള വ്യാഖ്യാനങ്ങളും പ്രചാരണങ്ങളും ഒക്കെ നടന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ആ കുറിപ്പിലൂടെ അവർ തമ്മിലുള്ള ഹൃദയബന്ധത്തിന്റെ, ആത്മബന്ധത്തിന്റെ, സഹോദര്യത്തിന്റെയൊക്കെ അളവ് എത്രമാത്രമായിരുന്നു, എത്ര അടുപ്പത്തിലായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമാകും. 34 ഗാനങ്ങളായിരുന്നു ഇവര് വിവിധ കാലഘട്ടങ്ങളിലായി ഒന്നിച്ച് പാടിയത്. അതിലെ ഒട്ടേറെ സൂപ്പർ ഹിറ്റ് ഗാനങ്ങളുണ്ട്, വിവിധ ഭാവങ്ങളിലുള്ള രസകരമായ പാട്ടുകൾ ഉണ്ട്. അത്തരത്തിൽ മലയാളി സംഗീത ശാഖയ്ക്ക് ആസ്വദിക്കാനാവുന്ന എല്ലാ സംഭാവനകളും നൽകിയതിനു ശേഷമാണ് പി ജയചന്ദ്രൻ ഇന്ന് മറ്റൊരു ലോകത്തേക്ക് പോയി എന്ന് തന്നെ വേണം പറയാൻ, അല്ലെങ്കിൽ മരണത്തിലേക്ക് പോയി എന്ന് വേണം പറയാൻ. അത്തരത്തിൽ ഈ 16,000-ൽ പരം ഗാനങ്ങൾ മലയാളത്തിന്റെ സുവർണ തലമുറയ്ക്കൊപ്പം ചെലവിട്ട 60 വർഷങ്ങൾ ഏറ്റവും അവസാനം സംഗീത സംവിധായകർ വരെയുള്ളവരുമായി യോജിച്ചു ചേർന്ന് പ്രവർത്തിച്ച അനേകായിരം ഗാനങ്ങളെല്ലാം മലയാളികൾക്ക് വിസ്മരിക്കാനാവില്ല, ആസ്വദിക്കാൻ ഏത് പാട്ട് പാടിയാലും ഭാവഗായകന്റെ ഏത് ഗാനത്തിലാണെങ്കിലും അതിൽ ആസ്വാദനത്തിന് വകയുണ്ട് എന്നുള്ളതായിരുന്നു മലയാളികളെ സംബന്ധിച്ചുകൊണ്ടുള്ള ഏറ്റവും എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു അനുഗ്രഹം എന്ന് വേണമെങ്കിൽ പറയാം. സംഗീത പ്രേമികളെ സംബന്ധിച്ചോ അല്ലെങ്കിൽ സംഗീത ആസ്വാദകരെ സംബന്ധിച്ചോ ഭാവഗായകൻ എപ്പോഴും അവർക്ക് തൊട്ടടുത്ത് ചേർന്ന് നിന്നിരുന്ന ഒരു മനുഷ്യനായി കൂടിയാണ് വിലയിരുത്തപ്പെടുന്നത്. നമ്മൾ ഇന്നലെ ഗാനരചയിതാവ് ബിപിൻ ചന്ദ്രനെ അടക്കമുള്ള ആളുകൾ കണ്ടിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളെ കണ്ടു. വാക്കുകൾ കൊണ്ട് അല്ലെങ്കിൽ പരിശോധന അറിയിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ബി ഹരിനാരായണനെ കണ്ടിരുന്നു. അദ്ദേഹത്തെ അടക്കമുള്ള ആളുകളെ ഒരു തരത്തിലും ഈ ഒരു മരണത്തെ ഉൾക്കൊള്ളാനായിട്ടില്ല എന്നുള്ള നിലയിലായിരുന്നു
പറഞ്ഞത്. ഒരു പ്രതികരണം പോലും നടത്താൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, മലയാളത്തിലെ പുതിയ തലമുറയിൽപ്പെട്ട സംഗീത പ്രതിഭകൾ, ഗാനരചയിതാക്കൾ, അങ്ങനെ ഏറ്റവും അടുത്ത തലമുറയിൽപ്പെട്ട ആളുകളുമായി മുതൽ സുവർണ കാലഘട്ടത്തിൽ മുതൽ തുടക്കകാലം വരെയുള്ള വിവിധ തലമുറകളിൽപ്പെട്ട ആളുകളുമായി എപ്പോഴും ഒരു ഹൃദയബന്ധം സൂക്ഷിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. ചേട്ടനായും ഗുരുവായും സഹോദരനായും ഒക്കെ അങ്ങനെ ഓരോരുത്തരിലും ഓരോ വ്യക്തിത്വം എന്നുള്ള നിലയിലായിരുന്നു പാലിയത്ത് ജയചന്ദ്രൻ ഇടപെട്ടിരുന്നത് എന്നുള്ളത് നമുക്ക് അദ്ദേഹത്തിന്റെ ആത്മബന്ധങ്ങൾ അതുമായി ചേർന്ന് നിൽക്കുന്ന ആളുകളുടെ പ്രതികരണങ്ങളിൽ നിന്നും അവരുടെ അനുഭവങ്ങളിൽ നിന്നും ഒക്കെയാണ് വായിച്ചെടുക്കാനും മനസ്സിലാക്കാനും ഒക്കെ സാധിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഇപ്പൊ പറയാൻ സാധിക്കുക. ഏതായാലും നിരവധിയായിട്ടുള്ള ആളുകൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ കാണാനും അന്ത്യാഞ്ജലി അർപ്പിക്കാനും ഒട്ടേറെ ആളുകൾ ഇനിയും എത്തും. തൃശ്ശൂരിലും എറണാകുളത്തും ഒക്കെ നടക്കുന്ന പൊതുദർശന പരിപാടികളിൽ സംസ്ഥാന സർക്കാരിൻ്റെ അടക്കമുള്ള ഔദ്യോഗിക ബഹുമതികളും ഉണ്ടാകും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിൽ ഇപ്പോൾ തൃശ്ശൂരിലെ അമല ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം രാവിലെ 8 മണിയോടുകൂടിയായിരിക്കും വീട്ടിലേക്ക് മാറ്റുക. അതിനുശേഷം സംസ്കാര നടപടികളും മറ്റും എറണാകുളത്തായിരിക്കും നടക്കുക. പൊതുദർശന ചടങ്ങുകൾ തൃശ്ശൂരിലും എറണാകുളത്തുമായി നടക്കും. മലയാള സിനിമയെ സംബന്ധിച്ചുകൊണ്ട്, മലയാള സംഗീത ഗാന ശാഖകളെ സംബന്ധിച്ചുകൊണ്ട്, ഇന്ത്യൻ സംഗീതത്തെ സംബന്ധിച്ചുകൊണ്ടൊക്കെ ഒരു നികത്താനാവാത്ത നഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ വിയോഗത്തിലൂടെ ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. 1944 ജനിച്ച് 22-ാം വയസ്സിൽ അദ്ദേഹം ഗാനങ്ങൾ ആലപിച്ച് പിന്നണി ഗാനരംഗത്തേക്ക് വന്നു. അതിനു മുൻപ് 1958 സ്കൂൾ കലോത്സവത്തിൽ മൃദംഗവാദ്യത്തിൽ ഒന്നാമതെത്തുകയും പിന്നീട് ലളിതഗാനത്തിലടക്കം പ്രതിഭ തെളിയിച്ചുകൊണ്ട് നേട്ടങ്ങൾ ആവർത്തിക്കുകയും തുടർ വർഷങ്ങളിൽ യേശുദാസിനൊപ്പം ആദ്യമായി സ്കൂൾ കലോത്സവത്തിൽ ഒരുമിച്ചിരുന്ന് വേദി പങ്കിട്ട് ഒക്കെ അത്തരത്തിലുള്ള ചിത്രങ്ങളും കാര്യങ്ങളും ഒക്കെ മലയാളികളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നുണ്ടാവും. അത്തരം ഒരു ജയചന്ദ്രൻ എന്നാൽ ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മ കൂടിയാണ്, ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. മലയാള സിനിമ അല്ലെങ്കിൽ സംഗീതം സഞ്ചരിച്ച എല്ലാ വഴികളിലും അതിൻ്റെ തുടക്കം മുതൽ ഒടുക്കം എന്ന് പറയാൻ കഴിയില്ലെങ്കിലും ഈ ഏറ്റവും അവസാനം വരെയുള്ള സമയങ്ങളിലും അദ്ദേഹം ഗാനങ്ങളിലൂടെ തന്നെ മലയാള സിനിമയിലൂടെ പിന്നണി ഗാനരംഗത്തിനൊപ്പം സംഗീതത്തിനൊപ്പം നിലനിന്നു അല്ലെങ്കിൽ തുടർന്നു പോകുന്നു.